വിദഗ്ധൻ ശ്രീ ടി.കെ. ഉണ്ണിക്കുട്ടി നമുക്കൊപ്പം ചേരുകയാണ്. സാർ, ഉറ്റുനോക്കുന്നത് ഇനിയുള്ള മണിക്കൂറുകൾ അതേത് തരത്തിലാണ് മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഇത് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ഈ അടിയൊഴുക്ക് നിയന്ത്രിക്കാനുള്ള സജ്ജീകരണങ്ങൾ അവിടെ നടത്താൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസമൊക്കെ സ്കൂബ ടീമിന് പിന്മാറേണ്ടി വന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നല്ലോ. ആ ഒരു വെല്ലുവിളി മറികടക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം ആ സ്ഥലത്തുണ്ട്, അങ്ങനെയാണോ കരുതുന്നത്? അതെ, അപ്പൊ ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയാൽ അടിയൊഴുക്കും കൂടുതലായിട്ടുള്ള അടിയൊഴുക്കും പിന്നെ വിസിബിലിറ്റി ഇല്ലാത്തതുമാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഒരു ടീമാണ് അവിടെ, ഡൈവിംഗ് ടീമാണ് അവിടെ എത്തിയിരിക്കുന്നത്. എന്തു തന്നെയായാലും അവർ അത് ഡൈവിംഗ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. എനിക്ക് തോന്നുന്നത് അവർ വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഇപ്പം വന്ന സോളാർ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡൈവേഴ്സ് ഏർപ്പെടുന്നതായിരിക്കും ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവര് ഉദ്ദേശം രാവിലെ പറഞ്ഞിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ആ കേബിനിൽ അർജുനെ പുറത്തെടുക്കാനുള്ള പ്രവർത്തനമായിരിക്കും ആദ്യം നടക്കുക. ഏതായാലും ഇത് പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ അതിന് ശാന്തമായിട്ട് അതിനെ കാണണം. കാരണം നേവിയുടെയും അതുപോലെ ആർമിയുടെയും ഒക്കെ ടീം വളരെ സുരക്ഷിതമായ ഒരു ടീമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തു തന്നെയായാലും അവരതിന് പ്രവർത്തനം നടത്തും എന്നുള്ളത് എനിക്ക് ഒരു ധാരണയുണ്ട്. അതെന്തായാലും നടക്കും. ഉച്ച ഒരു 2:30-3 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് അവിടെ തുടങ്ങാമെന്നുള്ളതാണ്. അതിനിടയ്ക്ക് അവര് ഈ കറണ്ട് ഒഴുക്ക് കുറയ്ക്കാനുള്ള എന്തോ സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കുറെ മരങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കുറച്ച് ഒഴുക്കിന് കുറവ് വരുന്നതായിരിക്കും. അപ്പൊ അത് ഏതായാലും നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഇവരുടെ ഈ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു ഇതാണ്. അത് കഴിഞ്ഞാൽ ഡൈവിംഗ് ഓപ്പറേഷൻ നടക്കുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. ശ്രീ ടി.കെ. കുട്ടി, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഉറ്റുനോക്കുന്നത് 2:30-3 മണി വരെ എടുക്കും ആ സമയം. അപ്പോഴും നമ്മൾ ഉറ്റുനോക്കുന്നത് ഏത് തരത്തിലാണ് ഐബോർഡ് എന്ന് പറയുന്ന ഡ്രോൺ ഉപയോഗിച്ചുള്ള സ്കാനറിന്റെ പരിശോധന നടക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ തവണയും നമുക്ക് സിഗ്നൽ ലഭിച്ചു, പക്ഷേ സ്കൂബ ടീമിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത്രയും ആഴത്തിലൊക്കെ കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയുക, കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയുക, ക്യാബിന്റെ പൊസിഷൻ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക, അങ്ങനെയാണെങ്കിൽ ഒരു കൃത്യമായ ഒരു രൂപരേഖ വെച്ച് ആ ഒരു പ്ലാനിൽ തന്നെ ഇറങ്ങാൻ കഴിയുമല്ലോ. അങ്ങനെ അത്രയും ശക്തിയുള്ള ഒരു സംവിധാനം കൂടിയാണ് ഐബോർഡ്. അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഇനിയുള്ള മണിക്കൂറുകൾ. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ കൂടിയാണല്ലേ? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞാൽ നമ്മളിപ്പം ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഡൈവറിന്റെ ഫസ്റ്റ് നമ്മൾ ആ ലോറി ലൊക്കേറ്റ് ചെയ്യായിരിക്കും ആദ്യമായിട്ട് അവർ ചെയ്യുക. അതിന് ശേഷം അവർ മൂവ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുക നമ്മളെ ക്യാബിന്റെ ഭാഗത്തേക്ക്. എവിടെയാണ് എത്തുന്നത് അവിടെ വെച്ചിട്ട് അവർ റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം വിസിബിലിറ്റി കുറവായതുകൊണ്ട് കൈകൊണ്ട് സ്പർശിച്ച് പോകേണ്ട ഒരു ഇതാണ്. ഇനി നമ്മൾക്കറിയില്ല അതിന്റെ മുകളിൽ മരങ്ങളോ മറ്റോ ഡെബ്രീസ് എന്തെങ്കിലും വന്ന് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി വളരെയധികം ദുഷ്കരമായ ഒരു കാര്യമാണ്. അത് നീക്കം ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ ആ ഡോറിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അതെല്ലാം അറിയണമെങ്കിൽ ഇവരെ നമ്മളുടെ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞ ശേഷം ഒരു ഡൈവ് സക്സസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓവറോൾ പിക്ചർ നമുക്ക് കിട്ടും. അതിനനുസരിച്ചായിരിക്കും അവരെ ഓപ്പറേഷൻ നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ടി.കെ. ഒരു കാര്യം കൂടെ, നമ്മളിപ്പോ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു ആ ക്യാബിന്റെ ഡോറ് ഒരു ചെളിയിലേക്ക് പുതഞ്ഞിട്ടുണ്ടാകരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പൊ ലോറി തല കീഴായി മറിഞ്ഞൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിനുള്ള സാധ്യതയും കൂടുതലാണല്ലോ. അങ്ങനെയാണെങ്കിൽ മുങ്ങൽ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ വെല്ലുവിളി ഉയർത്തും, കൂടുതൽ സമയമെടുക്കും, ഇനിയും മണ്ണ് മാറ്റാനുള്ള ഒരു സാഹചര്യം എടുക്കും. അതിനെ എങ്ങനെ ഡീൽ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു താങ്കൾക്ക്? അത് കാര്യമായിട്ട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഡോറ് ഉള്ളുന്ന് ലോക്കാണെങ്കിൽ അതിനെ നമ്മൾ ലോക്ക് തുറക്കാനുള്ള സംവിധാനമാണ്. അപ്പോൾ ഗ്ലാസ് പൊട്ടിച്ചുകൊണ്ട് മാത്രമാണ് അത് ഡോറ് തുറക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അത് ആദ്യമായിട്ട് നമുക്ക് ആ ഘടന കിട്ടണം. പിന്നെ അവർ മഡ് ഒഴിവാക്കാം എന്നാണ് സർഫേസിന് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമ്മൾ ആ പ്രീ ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു തീരുമാനത്തിലേക്ക് നമുക്ക് വന്നു ചേരാൻ പറ്റുള്ളൂ. ഒരു തീരുമാനം നടക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഡൈവറിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. അവിടെ വിദഗ്ധരായ ആളുകൾ തന്നെയാണ് അവിടെ ഉള്ളത്. അവരപ്പം തന്നെ എടുക്കും. തീർച്ചയായിട്ടും എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഡയറക്റ്റ് നമുക്ക് അതിന്റെ മുകളിൽ സ്പോട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ചിട്ട് നേരെ ഒരു വെയിറ്റ് ഡ്രോപ്പ് അതിന്റെ മുകളിൽ ചെയ്തിട്ടും ഡൈവറിന് അത്യാവശ്യം അത് പിടിച്ചുകൊണ്ട് കുറച്ച് ഒഴുക്ക് കുറവുള്ള സമയത്ത് അത് പിടിച്ചുകൊണ്ട് പോയി ടച്ച് ചെയ്ത് ജസ്റ്റ് ആ ഒരു സർക്കുലർ സർച്ച് നടത്താനുള്ള സംവിധാനങ്ങൾ കൂടി അവർ ഉപയോഗിക്കുമെന്ന് ഞാൻ കരുതുന്നു.
സർ, ഇതിനകത്ത് താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രധാന പരിഗണന കൊടുക്കുന്നത് ആദ്യം ഇവർ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് നോക്കുക, അങ്ങനെയാണെങ്കിൽ അത് പുറത്തെത്തിക്കാനുള്ള നടപടിയിലേക്ക് കിടക്കുക. പക്ഷെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇൻ കേസ് ഇപ്പോഴുള്ളൊരു സാധ്യത അനുസരിച്ച് ഇത് തലകീഴായി കിടക്കുന്ന ലോറി ക്യാബിൻ മണ്ണിനടിയിലേക്ക് പുതഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ കൃത്യമായിട്ടുള്ള മറ്റു രൂപരേഖകൾ കൂടി തയ്യാറാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ലോറി അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ലോറി തന്നെ കുത്തനെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുക, അതിനായിരിക്കുമോ പ്രാധാന്യം കൊടുക്കുക? അത് അവിടെയുള്ള ആളുകളാണ് അത് തീരുമാനിക്കുന്നത്. ഏത് വിധത്തിലാണ്. അങ്ങനെയാണ് നമ്മൾ ആ കംപ്ലീറ്റ് മുകൾ ഭാഗത്ത് അവരവര് തെറ്റി സ്ലിംഗ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് പൊക്കാം എന്നുള്ള ഒരു ആശയം കൂടി ഉണ്ട്. അത് അവിടുത്തെ ആളുകളാണ് തീരുമാനിക്കേണ്ടത്. ടോട്ടലായിട്ട് നമ്മൾ പൊക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ എന്നുള്ളത് നോക്കണം. അല്ല, നമ്മൾ മിസ്സായി പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ഓപ്പറേഷനാണ് അടുത്ത് വരാൻ പോകുന്നത്. ശ്രീ ടി കെ ഉണ്ണി, താങ്കൾക്കും ഈ പുഴയുടെ അടിയൊഴുക്ക്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അത് തന്നെയാണ്, ഈ അടിയൊഴുക്ക് ഒരു വലിയ വിഷയം. 6 knots സ്പീഡ് എന്നൊക്കെ പറയുന്ന വലിയൊരു അടിയൊഴുക്ക് നിൽക്കുക, ഇപ്പൊ കടലിലേക്ക് ഇറങ്ങുന്നതിനേക്കാളും റിസ്ക് ഉള്ള ഒരവസ്ഥ, ഈ താഴത്തെ അടിയൊഴുക്കിന്റെ ശക്തി എത്രയാണെന്ന് പറയാൻ കഴിയാത്തൊരു അവസ്ഥ. ഈ മേജർ ഇന്ദ്രപാലനൊക്കെ പറഞ്ഞത് ഒരുപക്ഷെ നിലവിലെ ഒരു സാഹചര്യമൊക്കെ നോക്കിയാൽ ഈ ഒഴുക്കിൽ ജീവൻ പോലും അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നൊക്കെയാണ്. അപ്പൊ കൃത്യമായിട്ട് ഈ ട്രക്കിന്റെ സ്ഥാനം നമുക്ക്, ഈ ലോറിയുടെ സ്ഥാനം നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഈ ലോറിയുടെ ക്യാബിൻ അത് ഏത് ഭാഗത്താണെന്ന് കൃത്യമായിട്ട് അറിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അല്ലേ? തീർച്ചയായിട്ടും അതിനൊരു ഡൈവിംഗ് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങളും മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു ഡൈവിംഗ് എന്തായാലും നടന്നിരിക്കണം. അല്ലാതെ നമുക്ക് നമ്മൾ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് മാത്രമായില്ല, അത് ഏത് ഘടനയിലാണ് ഏത് ഭാഗത്താണ് ഇതുള്ളതെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഈ ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അറിയുള്ളൂ നമുക്ക് ലോറിയുടെ. ഈ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴെന്നാണ് നമുക്ക് അവിടെ നിന്ന് നമ്മുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം കുറച്ചും കൂടെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് കൂടി ഇതിന് സഹായകരമാകും, അങ്ങനെ കൂടെ കണക്കാക്കണം. ഇപ്പോ തീർച്ചയായിട്ടും ഞാൻ അതിന് മുന്നേ രാവിലത്തെ ഒരു ചാനൽ ഞാൻ പറയുണ്ടായി, നമ്മളവിടെ വേലിയേറ്റവും വേലിയിറക്കും, ലോ വാട്ടർ ഹൈ വാട്ടർ കഴിഞ്ഞിട്ടൊരു സ്ലാക്ക് വാട്ടറിന്റെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ വെച്ചിട്ട് പിടിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഡൈവേഴ്സിന് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവിടെ എത്തിപ്പെടാൻ പറ്റും. അല്ലാത്ത സമയത്ത് ഹൈ ടൈഡിൽ മാക്സിമം ടൈഡുള്ള സമയത്ത്, അത് ഒഴുക്കുള്ള സമയത്ത് നമുക്ക് അവിടെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു ടൈം നമുക്ക് 1-2 മണിക്കൂർ കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഏതാണ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ അത് നോക്കിയിട്ടാണ് അത് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് കഴിഞ്ഞാൽ പിന്നെ 6 മണിക്കൂർ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് ഹൈ ടൈഡ് ലോ ടൈഡ് എന്നുള്ള ആ ഒരു ടേബിൾ വെച്ചിട്ട് അതും കൂടി അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് ഇത് ലൊക്കേറ്റ് ചെയ്ത് കിട്ടണം, അതിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കണം. ഈ ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ വൈകുന്നേരത്തേക്ക് കടക്കേണ്ടി, ഇപ്പൊ 3 മണി എന്നൊക്കെ പറയുന്നു, 2:30-3 എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അല്പം കൂടെ കടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലോട്ടൈഡ് ഹൈറ്റൈഡ് വിഷയങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അത് വീണ്ടും അതൊരു വിഷയമാകും. അതെ, വിഷയമാകുമല്ല, ഇപ്പോൾ തന്നെ അവർ ചെക്ക് ചെയ്താൽ അവർക്ക് ഒരു പ്ലാനിങ് നടത്താവുന്നതാണ്. ഏത് സമയത്താണ് സ്റ്റഡി വാട്ടറായി വരുന്ന സമയം, അതിന്റെ ഒരു 1/2 മണിക്കൂർ മുന്നേ നമുക്ക് ഡൈവിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ടൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ വരെ പിന്നീട് മുന്നോട്ട് പോകാം. അപ്പം 1 മണിക്കൂറാണെങ്കിൽ അത് 2 മണിക്കൂറായിട്ട് നമുക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാവുന്നൊരു അവസരം ഉണ്ടാവും. അപ്പോൾ ഈ 15 മീറ്റർ ആഴത്തിൽ ഉള്ള ഡൈവിങ് അത് എത്ര സമയമാണ് സാധാരണ എടുക്കുക? നമ്മൾ ഈ കുത്തൊഴുക്ക്, അടിയൊഴുക്ക്, മഴ എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ഡൈവിങ്ങിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് എത്ര സമയം എടുക്കാനാണ് സാധ്യത? അത് നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ ഇത് അനുസരിച്ചാണ്, ഡ്യൂറേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഒരു ഡൈവറിന് എത്ര നേരം വെള്ളത്തിൽ നിൽക്കാൻ പറ്റുന്നുള്ളത്. സിംഗിൾ സിലിണ്ടർ ഉപയോഗിക്കുന്നതുണ്ട്, ട്വിൻ സിലിണ്ടർ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 45 minutes to 1 hour വരെ വെക്കാം. അപ്പൊ അതിനനുസരിച്ചായിരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്യുക. അവിടെയുള്ള സൂപ്പർവൈസറും പിന്നെ ഓഫീസർ ഇൻചാർജ് അവിടെ ഉണ്ട്. അവരൊക്കെ അത് വെച്ചിട്ടാണ് എന്തായാലും ചെയ്യുന്നത്. അത് അവരെ മേൽനോട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെയായാലും നമ്മൾക്ക് ഒരു 4 ഡൈവ് നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഓപ്പറേഷൻ സക്സസ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ടൈം വെച്ചിട്ട്. ഈ 4 ഡൈവ് എന്ന് പറയുമ്പോൾ അതിനുള്ള സമയം ഈ പറഞ്ഞ പോലെ 45 to 1 hour ആ തരത്തിലാണ് 4 ഡൈവ്. ഒരു ഡൈവിന് 45 തൊട്ട് 1 മണിക്കൂർ വരെ അങ്ങനെ കണക്കാക്കണോ ഈ 4 ഡൈവിന്റെ സമയം? അത് 4 ഡൈവ് അത് പോരാ. നമ്മൾക്ക് ഒരു 1.5 hour വെച്ചിട്ട് ഒരു ഡൈവ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് വെച്ചാണെങ്കിൽ ഒരു 1 hour വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് അവര് എങ്ങനെയാണെന്നുള്ള കപ്പാസിറ്റി നോക്കിയിട്ട് 12 ലിറ്റർ ആണോ 10 ലിറ്റർ ആണോ എന്ന് എനിക്കറിയാം.
അപ്പൊ അത് വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക. അതെല്ലാം അവരെ ഭാഗങ്ങളാണ്. എന്തായാലും നമുക്കൊരു ഇത് പുറത്തെടുക്കാനുള്ള ആദ്യം ഇൻസ്പെക്ഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനെല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറയുന്നതൊക്കെ ഒരു പോയിന്റ് മാത്രമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് വേണ്ടതെന്നുള്ളത് ഇത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. ഇനി സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വളരെ ഈസി ആയിരിക്കും ഓപ്പറേഷൻ. അഥവാ ടിൽറ്റായി കിടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വഴുകാൻ സാധ്യതയുണ്ട്. നമുക്കപ്പോഴും കുറച്ചും കൂടെ നമ്മൾ പ്രതീക്ഷയുടെ ഒരു പാതയിൽ തന്നെയാണല്ലോ സാർ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 3 മണിയോടുകൂടി ഈ ലൊക്കേറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇനിയും അടുത്ത ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ പോട്ടെ, ഒരു 2 മണിക്കൂർ നമുക്കൊരു ആ ഒരു സമയത്തേക്ക് എല്ലാം സ്മൂത്ത് ആണെങ്കിൽ മാത്രം വി ക്യാൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ ഒരു ഫസ്റ്റ് ഡൈവ് പൂർണ്ണമാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിയും. പിന്നെയും നമുക്കൊരു 3 ഡൈവും കൂടെ ബാക്കിയുണ്ട് ഇതിന്റെ ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും. ഇനി അവരെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നോർമലി അങ്ങനെ ഇപ്പോൾ 2 ഡൈവറെ ഒറ്റ ടൈമിൽ ഇടുന്ന ഒരു സംവിധാനങ്ങളും കൂടി ഉണ്ട്. കാരണം ആർമി നേവി രണ്ടും ഉണ്ടല്ലോ. അപ്പം 2 ഡൈവേഴ്സ് കിട്ടാൻ പറ്റുകയാണെങ്കിൽ അതും കുറച്ചും കൂടി നമുക്ക് അനുയോജ്യമാണ്. അത് കറണ്ടിന്റെ ഒഴുക്കിന് അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ്. അത് സൈറ്റിലുള്ളവരാണ് തീരുമാനിക്കുന്നത്. സാർ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി സാർ ഈ പറയുന്ന പോലെ അങ്ങനെയാണെങ്കിൽ 2 ഡൈവ് നമ്മളൊരു 6 മണി ഒക്കെ ഉള്ള സമയങ്ങൾ പൂർണ്ണമാക്കുകയാണെങ്കിൽ പിന്നെ അടിയൊഴുക്കിന്റെ സമയമാണ്, ആ ഒരു ഒഴുക്ക് കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഈ 6:30 വരെ പോയ ആ ഒരു പ്രോസസ്സ് അതിനുശേഷം എങ്ങനെ നടക്കും? അതിൽ കൂടുതൽ ഒരു ചലഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത. ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് 4 ഡൈവ് എങ്ങനെ നടത്താൻ കഴിയും? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ? നമ്മൾക്ക് ഫസ്റ്റ് ഡൈവിൽ റിപ്പോർട്ട് കിട്ടി 1-2 ഡൈവിനുള്ളിൽ കംപ്ലീറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലിഫ്റ്റിംഗ് സ്ലിങ്ങും ക്രെയിനും എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് അതിനെ സോളിഡ് പോയിന്റിൽ ഉക്കോൺ ചെയ്ത് വെക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പൊ അവരെ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഉക്കോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനിടയ്ക്ക് നമ്മൾ അർജുനെ നമ്മൾ പുറത്തെത്തി കഴിഞ്ഞാൽ ഉക്കോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് പ്രശ്നം വരുന്നില്ല, പൊക്കാൻ പറ്റും. രാത്രി ആണെങ്കിലും പൊക്കാൻ പറ്റും. റൈറ്റ്, വളരെയധികം നന്ദി. വളരെ വിലപിടിച്ച വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടിയാണ് ശ്രീ ടി കെ ഉണ്ണി മുങ്ങൽ വിദഗ്ധൻ നടത്തിയത്. ഇതൊരു